കഴക്കൂട്ടത്തെ IT ജീവനക്കാരിക്ക് നേരെ നടന്ന പീഡന കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ഇപ്പോൾ DCP നമ്മോടൊപ്പം ചേരുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എത്രത്തിനാണ് ഈ ഒരു പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്? നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രതിയെ പറ്റി നമുക്കൊരു സൂചന ഉണ്ടായിരുന്നില്ല. പ്രതി ആരാണെന്നോ പേരെന്താണെന്നോ അതല്ലെങ്കിൽ ആളുടെ ഫോട്ടോ ഇങ്ങനെ ഒരു ഇൻഫർമേഷനും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. തുടർന്ന് നമ്മൾ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമറകളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് എത്തുന്നതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? നിലവിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾ ഏത് നാട്ടുകാരനാണ്? തമിഴ്നാട്ടുകാരനാണ്. മധുരയിൽ നിന്നാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. തുടർ നടപടികൾ എങ്ങനെയാണ്? പ്രതിയെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയും അതെല്ലാം ഫോറൻസിക് പരിശോധന അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. IT നഗരമാണ്, ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നടപടികൾ എത്തരത്തിലായിരിക്കും? കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് നമ്മൾ നിലവിൽ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള പെട്രോളിംഗ്, പിങ്ക് പെട്രോളിംഗ് അടക്കമുള്ള പെട്രോളിംഗ് ചെയ്തു വരുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ ഹോസ്റ്റലുകൾ, ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായ നിരീക്ഷണം നടത്താനും ചെക്കിംഗ് നടത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ വെളിപ്പെടുത്താൻ സാധിക്കും? നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കേസ് എടുക്കുന്ന സമയത്ത് വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ പറ്റിയിട്ടുള്ള സൂചനകൾ ഇല്ല, അതായത് പേര് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പോലെയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി നമ്മൾ ഈ സമയത്ത് റിവീൽ ചെയ്യുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ അത് റിവീൽ ചെയ്യുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ്. ബാക്കി നടപടികൾ പുരോഗമിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രതിയുടെ പേരോ അതുപോലെ തന്നെ വയസ്സടക്കമുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. തുടർ നടപടികൾ, അതായത് ശാസ്ത്രീയ പരിശോധനയടക്കം പൂർത്തിയാക്കിയതിനു ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം വീണ, കഴക്കൂട്ടം, ജനം.